ഹലോ ഗൈസ്, അപ്പോൾ ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഈവനിങ് ടൈമാണ് കേട്ടോ. നമ്മൾ രണ്ടുപേരെയും ടേക്ക് കെയർ എന്നൊക്കെ കൊണ്ടുവന്നിട്ട് ഇരിപ്പാണ്. അപ്പോൾ കുളിക്കുന്നേക്കാളും മുൻപ് അവർക്ക് വിശക്കണു എന്ന് പറഞ്ഞപ്പോൾ ചപ്പാത്തിയും ബീഫ് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്തു. രണ്ടുപേർക്കും പ്ലെയിൻ ആയിട്ട് പാല് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കുടിക്കില്ല. അപ്പോൾ നമ്മൾ അതിലെന്തെങ്കിലും ഫ്ലേവർ കലക്കി കൊടുക്കും. അപ്പോൾ ലിറ്റിൽ ചോയ്സിൻ്റെ ചോക്ലേറ്റ് ഫ്ലേവറാണ്, വാനില ഫ്ലേവറാണ് അവർക്ക് കൊടുക്കുക. രണ്ടുപേർക്കും അത് ഇഷ്ടവരായിട്ട് കുടിച്ചോളും. ഇത് കണ്ടില്ലേ, ലൂക്കയുടെ വായ നിറയെ പോപ്പിൻസ് മിഠായിയാണ്. രണ്ടുപേർക്കും മിഠായി കഴിക്കാനാണെങ്കിൽ പോലും അവർക്ക് പാത്രം വേണം. വലുതായാലും ചെറുതായാലും പാത്രം അവർക്ക് മസ്റ്റാണ് ഗൈസ്. കഴിക്കാനായിട്ട് കൊടുത്ത പാത്രത്തിൻ്റെ മുകളിലാണ് ലൂക്ക് കയറി നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ അവരെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു. ഞാനും ഫ്രഷായി. അപ്പോഴേക്കും സാവിച്ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളും കഴിഞ്ഞ് കുട്ടാപ്പനൊക്കെ ഫുഡ് കൊടുത്തിട്ടുള്ള ഇരിപ്പാണ് ഇട്ടത്. അപ്പോൾ കുട്ടാപ്പൻ്റെ പല്ല് ഇപ്പോൾ ചെറുതായിട്ട് 2 പല്ല് കിടന്ന് ഇളകുന്നുണ്ട്. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പതുക്കെ ഇരുന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം, എന്നാലേ സ്പീഡിൽ പല്ല് പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുട്ടാപ്പനെയും കൊണ്ട് നമ്മൾ ഡ്രസ്സ് മടക്കാനായിട്ട് റൂമിലേക്ക് വന്നേക്കട്ടാ. ഞാനാണ് ആദ്യം വന്നിരുന്നത്, പിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുട്ടാപ്പം വന്നു കേട്ടോ. കുട്ടാപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യും. ആദ്യം കുറച്ച് സമയം ഇരിക്കുള്ളൂ, പിന്നെ എഴുന്നേറ്റ് പോവും. അങ്ങനത്തെ കുട്ടാപ്പം അവിടെ നിലത്തൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ അവൻ്റെ ഡ്രസ്സുകൾ അവൻ മടക്കി വെക്കാൻ കേട്ടോ. ഇനിയുള്ള പരിപാടി കുട്ടാപ്പൂൻ്റെ സ്റ്റഡി ടൈമാണ്. അതൊരു 1.5 ടൈം തന്നെയാണ്. എല്ലാ അമ്മമാർക്കും ഇതൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ UKGന്ന് ഇങ്ങനെ 1ാം ക്ലാസ്സിലേക്ക് കടന്നെങ്കിലും UKGയുടെ ഒരു ഹാങ് ഓവർ കുട്ടാപ്പിന് വിട്ടുപോയിട്ടില്ല. അതേ സ്ലോവിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. പക്ഷേ നമുക്ക് സ്പീഡ് ആക്കേണ്ടിയിരിക്കണം. കാരണം വെച്ചാൽ 1ാം ക്ലാസ്സിൽ നല്ല സ്പീഡിലാണ് പോർഷൻസൊക്കെ പോകുന്നത്. മലയാളമൊക്കെ ഇപ്പോൾ കൂട്ടി വായിക്കാനായിട്ട് തുടങ്ങിയിട്ട് അവൻ ഇത്രയും സ്പീഡിൽ വായിക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നന്നായി തന്നെ മലയാളമൊക്കെ കൂട്ടി വായിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഈ സമയം ഞാൻ ഭദ്രകാളിയാകുന്ന സമയമാണ് ഗൈസ്. എനിക്ക് തീരെ ക്ഷമയില്ല ഈ പഠിപ്പിക്കുന്ന സമയത്ത്. അത് കാരണം കുറച്ച് കരച്ചിലും ബഹളമൊക്കെ ഉണ്ടാവും. കുട്ടാവ് പിണങ്ങിയിട്ടാണ് കിടന്നിട്ടുള്ളത്. അങ്ങനെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എനിക്ക് വിശന്ന് തുടങ്ങി. അതേ കുട്ടാവിനും വിശന്നു എന്ന് പറഞ്ഞിട്ട് കിച്ചണിൽ വന്നപ്പോൾ സാഹചര്യം ബേൽപ്പൂരി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുകയാണ്. കുട്ടുവിൻ്റെ കണ്ണിൻ്റെ കളർ വ്യത്യാസം കണ്ടു ഗൈസ്. അതെന്താണെന്നറിയില്ല, നാളെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ 2 മാങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു, ഒരു 3 മാങ്ങ ചനച്ചത്. അപ്പോൾ അത് മുളകും ഉപ്പും വെളിച്ചെണ്ണയൊക്കെ കൂട്ടി കഴിക്കുകയാണ്. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കഴിക്കാനായിട്ട്. കുട്ടാപ്പനത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ കുട്ടാപ്പയുടെ റൂമിൽ പിണങ്ങി കിടക്കാനായിട്ട്. അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് വേണം അവൻ്റെ പിണക്കൊന്ന് മാറ്റാനായിട്ട്, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്ത് കളി കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങനെ ഉഴപ്പി പോകും. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രിക്റ്റ് ആവുന്നത്. എല്ലാ വീട്ടിലും കുട്ടികളും അമ്മമാരും നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അങ്ങനത്തെ കുട്ടാപ്പ് കഴിക്കണോ വേണ്ടിയോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഒടുവിൽ അവൻ കീഴടങ്ങി ഗൈസ്. അങ്ങനെ കഴിക്കാനായിട്ട് വന്നു. അങ്ങനെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവനൊന്ന് സെറ്റാക്കിയിട്ട് വേണം അവനെ കിടത്താനായിട്ട്. അങ്ങനെ ഉറക്കാനായിട്ട് കിടത്താണ് കേട്ടോ. അപ്പോൾ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് സമാധാനിപ്പിച്ചിട്ടാണ് കുട്ടാപ്പൂനെ കിടത്തുന്നത്. കാരണം പിറ്റേ ദിവസം സൺഡേ ആണ്. അപ്പോൾ രാവിലെ എണീക്കണം, കാറ്റീസ് ഉണ്ട്. അപ്പോൾ വേഗം കിടത്തി ഉറക്കി. ഇപ്പം തന്നെ സമയം 10:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത